ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രീതിയെ കഴുത്ത് ഞെരുക്കി തന്നെ മഞ്ജു കൊല്ലാൻ ശ്രമിക്കാനായിട്ടോ. അങ്ങനെ ഗിരി പറയാണ്, എന്തായാലും നീ ഇനിയിപ്പോൾ മഞ്ജുവിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ, ഞാൻ തുറന്നു പറഞ്ഞാൽ അവൾ എന്നെ ഉപേക്ഷിച്ചങ്ങ് പോകും. അതോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരമായി ഞാനതങ്ങ് സഹിക്കും. എന്നിട്ട് നിനക്ക് വേണ്ടത് ഞാനങ്ങ് തരും. ഈ ഗിരിയുടെ കൈയിൻ്റെ കരുത്തെന്താണെന്ന് നീ ശരിക്കും അറിയും. പിന്നെ ഈ ഭൂമി നീ വെച്ചേക്കില്ല എന്നുള്ള പറച്ചിലങ്ങ് ആവുമ്പോൾ തനിക്കിതിന് ഉത്തരം പറയാനാവാതെ പ്രീതി അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് ഗിരി വണ്ടിയെടുത്ത് പോകുന്നു. എന്നാൽ പിന്നീട് മഞ്ജുവിൻ്റെ അരികിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് മഞ്ജു ഒരു താങ്ക്സ് പറയണം കേട്ടോ. എൻ്റെ ഗിരിയേട്ടൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ തെളിയിച്ചു. അതിൽ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. ആദ്യത്തിൽ ഗിരിയേട്ടൻ നിന്നോട് സ്നേഹം കാണിക്കുമ്പോഴും മറ്റുള്ളത് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് കരഞ്ഞു, ഒരുപാട് സങ്കടപ്പെട്ടു, ഒരുപാട് വേദനിച്ചു. പക്ഷെ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള കാര്യങ്ങളാണ് നീ എൻ്റെ മുന്നിൽ തുറന്ന് കാണിച്ചത്. അതിനൊരു നന്ദിയൊക്കെ ഉണ്ട് എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന പ്രീതി പറയണേ, എടി നീ എന്നെക്കുറിച്ച് എന്താണ് കരുതിയത്? നീ പറയുന്ന ഈ വാക്കുകൾ കേട്ട് ഞാനങ്ങ് വിശ്വസിക്കുമെന്ന് കരുതിയോ? ഇത് കേട്ട ഉടൻ തന്നെ മഞ്ജു പറയണേ, നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എൻ്റെ ഭർത്താവ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടല്ലോ. ഇനി എൻ്റെ ഭർത്താവിൻ്റെ പിറകെ നടന്നാലുണ്ടല്ലോ. അത് കേൾക്കുന്ന പ്രീതി, ഇപ്പം നടന്നാൽ നീ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും കഴുത്തിന് ഞെരുക്കി പിടിച്ച് അങ്ങ് ചുമരിലോട്ട് അങ്ങ് ചാരി നിർത്തണം കേട്ടോ. അപ്പോൾ മഞ്ജു, നീ എന്നെ വിട്, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മഞ്ജു അങ്ങ് വിടുകയാണ്. എന്നിട്ട് പറയണം, മര്യാദക്ക് കാനഡയിലോട്ട് ഗിരിയേട്ടൻ പറഞ്ഞതുപോലെ, ഞാനും പറഞ്ഞതുപോലെ നീ പോയിട്ടില്ലെങ്കിൽ പിന്നീട് നിൻ്റെ അവസ്ഥ ഇതായിരിക്കും. അതല്ലെങ്കിൽ നിന്നെ ഞാനുണ്ടല്ലോ, നീ എന്ത് ചെയ്യാനടി എന്നെ? ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ, അത് നീ വെറുതെ പറയുന്ന, ഞാനെന്താ ചെയ്യാൻ നിനക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ പഴയ മഞ്ജു അല്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. വേണമെങ്കിൽ നീ ആ സ്വപ്നയോടൊന്ന് ചോദിച്ചു നോക്ക്. മയക്കം വേസിൽ അവളെ കുടുക്കിയിട്ട് ജയിലിലിട്ടത്. അത് കേൾക്കുന്ന പ്രീതി ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. ഈശ്വര എന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ഇതേ സമയം എന്താ അത് വല്ലതും ചെയ്യണോ? അതോ ഞാൻ നിന്നെ അങ്ങ് കൊല്ലും? നീ എന്താ ഒരു പൂച്ചക്കുഞ്ഞിനെ കൊല്ലുന്ന ലോകത്തോട് കൂടിയിട്ടാണ് നീ ഇത് പറയുന്നത്? നിനക്ക് കൊല്ലാനൊന്നും കഴിയില്ല മഞ്ജു, അതൊക്കെ നന്നായിട്ടറിയാം. അതൊക്കെ നിൻ്റെ തോന്നലാണ്. സ്വപ്നയോട് അത് ചെയ്യാമെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുകയും ചെയ്യും. അപ്പം നീ കുഞ്ഞിനെയും വെച്ച് നീ ജയിലിൽ പോയി കിടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കേട്ടോടെ തന്നെ, ഞാൻ ജയിലിൽ പോയി കിടക്കുന്നില്ല, ഞാൻ എൻ്റെ ജോലി തന്നെ തുടരും. പക്ഷേ നിന്നെ കൊന്നത് ഞാനില്ലെന്ന് അങ്ങ് വരുത്തി തീർക്കും. പീതാംബരനെ കൊന്നത് ആ ആളാരാണോ അത് തന്നെയാണ് നിന്നെയും കൊന്നത്. എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റ് മകളും ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ പ്രീതിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല കേട്ടോ. എടി, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്നെ ഞാനൊന്ന് ഒരു ഏതാനും സെക്കൻഡുകൾ നിൻ്റെ കഴുത്തിന് പിടിച്ചപ്പോൾ നിനക്ക് ശ്വാസം ഇടർന്നു. അത് കുറച്ച് നീണ്ട നേരത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നീ ഇല്ല എന്നുള്ളത് നീ ചിന്തിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. ഈ വാക്കുകൾ കേൾക്കുന്ന പ്രീതി ഒന്ന് പേടിക്കണം. ഇതൊരു ഓർമ്മയിൽ ഇരുന്നോട്ടെ. ഇനി നീ എൻ്റെ ഗിരിയേട്ടൻ്റെ പിറകെ നടക്കുന്നുണ്ടെന്നും ഗിരിയേട്ടന് ഭീഷണിയായി നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ഗിരിയേട്ടൻ്റെ കയ്യിൽ നിന്നല്ല, എൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടുക എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് ഗിരി റൂമിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ മഞ്ജു സന്തോഷത്തോടു കൂടി വരികയാണ്. അങ്ങനെ മഞ്ജു, ഗിരിയേട്ട ഇന്ന് കമ്പനിയിലുണ്ട്, സൈറ്റിലുണ്ടായിരുന്നില്ല. അത് കേട്ടോടെ തന്നെ, അതെന്തന്നെയാണ് അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു, അപ്പോൾ ഗിരിയേട്ട അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ഉണ്ടായിരുന്നില്ല, എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ മഞ്ജു ചിന്തിക്കുന്നത് ഗിരി പറഞ്ഞ ആ വാക്കാണ് കേട്ടോ. ഈ ലോകത്തൊരു പെണ്ണേ ഉള്ളൂ, അതെൻ്റെ മഞ്ജുവാണെന്ന് പറഞ്ഞ ആ വാക്ക് കേട്ടോ. അങ്ങനെ ഈ സമയം അതെന്തന്നെയാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ തപ്പിപ്പിടിച്ച് പറയുമ്പോൾ, ഗിരിയേട്ടന് ഏത് ഫ്രണ്ടാണ് ഉള്ളത്? അതൊക്കെ ഉണ്ട് ഒരു ഫ്രണ്ട്, എന്നാൽ അവനെ വീട്ടിലോട്ട് കൊണ്ടുവരായിരുന്നില്ല. വീട്ടിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ഫ്രണ്ടാണത്. അപ്പോൾ അത് പറഞ്ഞ ഉടനെ തന്നെ മഞ്ജു മനസ്സിൽ ചിന്തിക്കുകയാണ്, ഗിരിയേട്ടനെ അങ്ങനെയാണ് അവളെ കണ്ടിട്ടുള്ളത്. പിന്നെ എന്തിനാണ് അവനുമായി ഒരു ഹോട്ടലിൽ യാത്രക്ക് പോയത്? എന്നെയും കൂടി കൊണ്ടുപോയിരുന്നു ഹോട്ടലിന്. അപ്പോൾ അത് കേട്ട ഉടനെ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, അവനെ ഒരു കൂട്ടുകുടുംബത്തെ കയറ്റാൻ പറ്റില്ല. പല സഹായങ്ങളും അവൻ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവനൊരു ഭാരമാണെന്ന് തോന്നുമ്പോൾ ഒഴിവാക്കിയാലും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ പ്രീതിയെക്കുറിച്ചാണ് അത് ശരിക്കും മനസ്സിലായിട്ട് മഞ്ജുവിന്. അങ്ങനെ ഗിരിയേട്ട എന്നും പറഞ്ഞ് നെഞ്ചിലോട്ട് ഇങ്ങനെ ചാരുകയാണ്. ഇതേ സമയം എന്തായാലും നിന്നെ ഞാൻ നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോയി നല്ലൊരു ഫുഡൊക്കെ നിനക്ക് ഞാൻ മേടിച്ച് തരും, അത് മറ്റാരും ഇല്ലാത്ത സമയം എന്നും പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവാണ്. തൻ്റെ ഭർത്താവ് തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അത് സത്യം മനസ്സിലാക്കി ആ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ ഗോപാലിൻ്റെ വീടാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ഒരാൾ വന്ന് ഗോപാലിൻ്റെ വീട് കുറ്റിയിടുന്നത് ഒരു പഞ്ചാബിയാണ് കേട്ടോ. എടാ, നീ എന്താടാ പഞ്ചാബികളൊക്കെ എൻ്റെ വീട്ടിൽ എന്താടാ കാര്യമാരി, അതൊക്കെ അവിടെ നിന്ന് പോടോ എന്ന് പറയുമ്പോൾ പിറകിൽ നിന്നും ഇങ്ങനെ ചാച്ചുവിൻ്റെ കരച്ചിൽ കേൾക്കാൻ കേട്ടോ. തിരിഞ്ഞ് നോക്കുമ്പോൾ ചാച്ചു ഇങ്ങനെ കൈ കെട്ടിയിട്ടിട്ട് അങ്ങോട്ടേക്ക് മഹിമ വരുന്നു കേട്ടോ. അപ്പോൾ ഗോപാലൻ ഇയാളെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഹിമയെ കാണണം. നിൻ്റെ വേല എത്രയാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അപ്പോഴേക്കും ഇയാൾ കത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗോപാലൻ ഒന്ന് ഞെട്ടി നിൽക്കുന്നത്, നിന്നെപ്പോലെയുള്ളവൾക്കാണ് ഇങ്ങനെ വേലത്തരം ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ചാച്ചുവിനെ സോഫയിലൊക്കെ ഇടുമ്പോൾ ചാച്ചുവിൻ്റെ കൈ രണ്ടും പിറകിലോട്ട് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതേ സമയം ഗോപാലൻ്റെ കഴുത്തിന് കത്തി നീട്ടിയിട്ട് പറയാണ്, മഹിമ എന്താണോ താൻ വിചാരിച്ചത്? എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല
പറ്റില്ലെന്നോ? എടി നീ നേരാവണ്ണം നല്ല വേഷത്തിൽ നടക്കാൻ നോക്കില്ല, ഇങ്ങനെ പഞ്ചാബികളുടെ വേഷത്തിൽ നടക്കരുത്. ഞാനിങ്ങോട്ടേക്ക് വന്നത് പഞ്ചാബികളുടെ വേഷത്തിൽ തന്നെയാണ്, അത് ശരിയാണ്. എനിക്ക് ചില സത്യങ്ങൾ അറിയാം, അത് പറയാൻ കഴിയുമോ? അത് കേട്ട ഉടനെ തന്നെ ഗോപാലൻ പറയാണ്, നീ എന്നെയാണോ ഭീഷണിപ്പെടുത്തുന്നത്? എന്താ ഭീഷണിപ്പെടുത്താൻ പറ്റില്ലേ? ഈ നിൽക്കുന്നവനെ കൊണ്ട് എല്ലാം പറയിപ്പിക്കാൻ അറിയാമെന്ന് പറയുമ്പോൾ ഇത് അക്കാമയുടെ ഏതോ ഒരു ഗുണ്ടയാണെന്ന് എനിക്കറിയാം. എന്നാൽ നിനക്ക് എന്നെ തൊടാൻ പോലും കഴിയില്ല, അതൊക്കെ നിന്റെ തോന്നലാണ്. നിന്നെ കൊല്ലാനും ഞങ്ങൾക്ക് കഴിയുമെന്ന് മഹിമ പറയട്ടെ. ഇവനെന്നെ കൊല്ലേ, എന്നെ കൊന്നാൽ നിനക്ക് എന്താ ശിക്ഷ കിട്ടുകയെന്നറിയോ എന്ന് ചോദിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ആര് എന്ന് മഹിമ പുച്ഛത്തോടു കൂടി പറയണേ. ആര് ഉള്ളത്? ഒരു സഞ്ജയോ? സഞ്ജയ് നീ മരിച്ചോ? അന്ന് എന്നെ ഈ കമ്പനിക്ക് വേണ്ടി ഓടും, പിന്നീട് കമ്പനിയില്ല, വേറൊന്നുമില്ലാതെ ഈ കുടുംബം തന്നെ നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ ഗോപാലൻ ഒന്ന് ഞെട്ടി നിൽക്കുന്നു കേട്ടോ. ഇതേ സമയം താൻ മര്യാദക്ക് സത്യം പറയടോ, അല്ലെങ്കിൽ തന്നെ കൊണ്ട് പറയിപ്പിക്കൂടോ. എന്താ തനിക്കത് പറയാൻ കഴിയില്ല? പീതാംബരൻ എങ്ങനെയാണ് മരിച്ചത്, അത് പറയടോ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ എന്ത് സത്യം ആരോട് പറഞ്ഞാലും അത് വിശ്വസിക്കില്ല. പിന്നെ എന്തിനാ താൻ പോലീസിനോട് കള്ളം പറഞ്ഞത്? ഓഫീസിലായിരുന്നു എന്ന്. അതന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന സത്യം ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. എന്നാൽ താനൊന്ന് പറയടോ, ഞാനൊന്ന് കേട്ടിട്ട് വിശ്വസിക്കില്ല എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ഉടനെ പറയണേ. അത് പീതാംബരൻ മരിക്കുന്ന അന്ന് എന്നെ കാണാൻ വന്നിരുന്നു. അവൻ എൻ്റെ കഴുത്തിന് കത്തി വെച്ചിട്ട് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ്, ഇനി ആരുടെ നേർക്കാണ് കത്തി ചൂണ്ടിയിരിക്കുന്നത്? ഞാൻ ആരുടെ നേർക്കാണെന്ന് നന്നായി അറിയാം. എടാ, തൻ്റെയും തൻ്റെ മകൾക്കും ഞാൻ എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ആ പണമാണ് ഇന്ന് എന്നെ പിണമാക്കി മാറ്റിയതെന്ന് എനിക്ക് മനസ്സിലായിടോ. തൻ്റെയും താൻ എനിക്കും എൻ്റെ മകൾക്കും തന്നതെല്ലാം പിണമാണ്, അതിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് തൻ്റെ പണവും വേണ്ട, ഒന്നും വേണ്ട. അതല്ല ജീവിതം എന്നുള്ളത് എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായി എന്നൊക്കെ പീതാംബരൻ പറഞ്ഞു. എന്നാൽ ഈ സമയം പീതാംബരൻ, ഇപ്പോൾ ഞാൻ നിന്നെ കൊല്ലില്ല, പക്ഷേ നിനക്കുള്ള ശിക്ഷ ഒന്നെങ്കിൽ മാധവൻ്റെ മക്കളുടെ കൈകൊണ്ട്, അല്ലെങ്കിൽ ശങ്കരൻ്റെ മക്കളുടെ കൈകൊണ്ട്. അതെന്തായാലും ഉറപ്പുള്ള കാര്യമാണ്. അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഞെട്ടിപ്പോവാണ് ഗോപാലൻ. എന്നിട്ട് പറയുന്നുണ്ട്, അതല്ലെങ്കിൽ ഞാൻ തന്നെ തരും, കോടതിയിൽ എല്ലാ സത്യങ്ങളും ഞാൻ വെളിപ്പെടുത്തും, അത് ഉറപ്പുള്ള കാര്യമാണ്. നിനക്കുള്ള ശിക്ഷ ആരെങ്കിലും ഒന്ന് വിധിക്കും. ഇത് കേട്ട ഉടൻ തന്നെ മഹിമ പറയണ, വെറുതെ അല്ല നീ പറയുന്നത്, ആരും തന്നെ വിശ്വസിക്കില്ല. ഈ വാക്കിലൊന്നും ഒരു ആത്മാർത്ഥതയുള്ളതായി തോന്നുന്നില്ല. ഇത് തന്നെയാണ് പ്രശ്നം. ഇതാണ് ഞാൻ ആരോടൊന്നും പറയാത്ത. പീതാംബരനെ ഞാൻ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പിന്നെ പീതാംബരൻ പറഞ്ഞത് ഒരു അർത്ഥമുണ്ട്, എന്തായാലും കൊന്നിരിക്കും. എടോ, തന്നോട് ഞാൻ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ? നീ പറയുന്നത് വിശ്വാസമില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ നിനക്ക് ആരെയാണ് ശരിക്കും പീതാംബരനെ കൊല്ലാനുള്ള അത്രയും ദേഷ്യം ഉണ്ടായിരുന്ന ഒരാൾ ആരായിരിക്കും എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ പറയണേ, അത് പിന്നെ പീതാംബരനെ കൊല്ലാൻ ഗിരിക്കായിരിക്കും. അതിങ്ങനെ ആലോചിക്കുമ്പോൾ മഹിമ അങ്ങനെ എന്താ എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോൾ അത് വെച്ച് വീണ്ടും അവിടെ സംസാരം തുടങ്ങാനായിട്ട്. ഗിരിക്കാണ് ഏറ്റവും പകയും ദേഷ്യം. കാര്യം നിങ്ങളുടെ അച്ഛനെ കൊന്നത്, ഈ പറയുന്ന മാധവനെ കൊന്നത് ഗിരിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ രണ്ടുപേരും ഗിരിയെ സെല്ലിലിടുന്നു അറിയുന്നത് കൊണ്ടും ഏക സാക്ഷി എന്ന് പറയുന്നത് പീതാംബരനും ആണല്ലോ. അപ്പോൾ അത് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് ഗിരിയുടെ ജീവിതമാണ് തകരുക. കാരണം ഒരു ഭാര്യയും കുഞ്ഞൊക്കെയുള്ള സമയം ഗിരി അതിൽ നിന്ന് രക്ഷപ്പെടാനേ ശ്രമിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നമുക്ക് പോവാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ മഹിമ ഈ ഗുണ്ടയോട് പറയണം, അതായത് ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മളങ്ങനെ കൈയൊഴിഞ്ഞു പോകുന്നത് ശരിയല്ലല്ലോ. കാരണം ഇവന് സെല്ലിൽ വെച്ച് എന്നെ ഇടിക്കാൻ വേണ്ടി ആ ജോർജ് മാത്യുവിനോട് കുറച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് ഇവന് ഞാനൊന്നും കൊടുക്കാതെ പോയാൽ അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇവൻ്റെ മർമ്മസ്ഥലങ്ങളിൽ നിന്നല്ല പറയേണ്ടത്, ഇവന് നാണമുള്ള സ്ഥലങ്ങളിൽ, അതായത് ഒരു പോലീസുകാർക്കോ ഒരു ഡോക്ടർക്കോ ഇവൻ്റെ ആ അടിച്ച സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇടിച്ച് പരുവമാക്കി വിടുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഹിമ പുറത്ത് കിടക്കുന്നുണ്ട്. പിന്നീട് ഗോപാലനെ ഇടിച്ച് പരുവമാക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഗോപാലൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. തൻ്റെ CCTV ദൃശ്യം എടുത്തിട്ട് പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കണം. മഞ്ജു, അനിത, അരവിന്ദാക്ഷൻ, മറ്റുള്ളവരെല്ലാവരും ഉണ്ട്, ബിജിക്കുട്ടനൊക്കെ ഉണ്ട്. അങ്ങനെ അവരൊക്കെ കണ്ടു നിൽക്കണം. മഞ്ജുവിനെ തൊണ്ടയിൽ വെള്ളം വറ്റി തുടങ്ങുന്നുണ്ട്. എന്തൊരു കഷ്ടമാണ് ഈ മഹിമയെ കൊണ്ട്. എന്നിട്ട് ഇവിടെ ഗോപാലൻ പറയണേ, ഇത് കണ്ടില്ലേ, കാണിക്കുന്നത് കണ്ടില്ലേ, മഹിമ വേഷം മാറി എൻ്റെ വീട്ടിൽ വന്ന് ആക്രമിച്ചിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് പോലീസുകാർക്ക് വല്ല നടപടിയും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇത്രയും പിടിപ്പില്ലാത്ത കേരള പോലീസാണോ ഈ നാട്ടിൽ ആളുകളെ ഭരിക്കുന്നതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു ചോദിക്കുക, അതെന്തിനും മഹിമയാണെന്ന് ആരോടത് പറഞ്ഞു? ഇത് 2 പഞ്ചാബി പുരുഷന്മാരല്ലേ? അത് കേട്ട ഉടനെ, അല്ല ഇത് മഹിമയാണെന്ന് പറയാൻ കേട്ടോ. അതിനെന്താ ഉറപ്പ്? അതിൽ സൗണ്ട് ഉണ്ടോ? മഹിമയുടെ സൗണ്ട് ഉണ്ടോ? അത് കേട്ട ഉടനെ ഗോപാലൻ ഇല്ലെന്ന് പറയുന്നു കേട്ടോ. ഇതേ സമയം സഞ്ജയ് പറയും, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യം, പിന്നെ ആരോട് പറഞ്ഞിട്ടാണോ കാര്യം? കോടതി ചെന്നാലും കോടതി ഇങ്ങനെയുള്ള തെളിവുകൾ തന്നെയാണ് പറയുക. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ. ഇതിൽ മഹിമ എവിടെ? മഹിമയുടെ സൗണ്ടോ എന്തെങ്കിലും രൂപമോ ഉണ്ടെങ്കിലല്ലേ മഹിമയാണെന്ന് ഇത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയുന്നുണ്ട്, അച്ഛാ ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവളുടെ അനിയത്തിയും കൂടി നമ്മളെ കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ, എടാ ഗോപാല, നിനക്ക് എന്ത് തന്നെ ചെയ്താലും
എൻ്റെ അനിയത്തിയാണെന്ന് അത് തെളിയിക്കാനുള്ള എന്തെങ്കിലും തെളിവ് കൊണ്ടാ. അപ്പോൾ സഞ്ജയ് പറയണേ ഇത് ഐശ്വര്യ മാമിനെ അഴിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ മഞ്ജു ദേഷ്യത്തോടു കൂടി പറയണേ എൻ്റെ അനിയത്തിയെ തനിക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലടോ, അത് ഞാനുള്ളോടത്തോളം അതിന് തനിക്ക് കഴിയില്ലടോ, താൻ എൻ്റെ അനിയത്തി ഒന്ന് തൊട്ട് നോക്ക്, വിവരം അറിയിക്കും എന്നിങ്ങനെ സഞ്ജയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്.